ആതുര സേവന രംഗത്ത് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ CH സെന്ററിന്റെ ഫണ്ട് ശേഖരണാർത്ഥം ഓട്ടോയുമായി ഇറങ്ങുകയാണ് STU കോഴിക്കോട് സിറ്റി ഓട്ടോ തൊഴിലാളികൾ. തങ്ങളുടെ ഒരു ദിവസത്തെ കളക്ഷൻ CH സെന്ററിനായി നൽകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സ്വന്തം പ്രയാസങ്ങൾക്കിടയിലും CH സെന്ററിന് കൈത്താങ്ങാവുകയാണ് ഇവർ. കാരുണ്യയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ നിർവഹിച്ചു. CH സെന്റർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ഒരു വികാരമല്ല. അത് ഈ നാടിൻ്റെ വിശിഷ്യ മെഡിക്കൽ കോളേജ് ആശ്രയിച്ച് കഴിയുന്ന രോഗികൾക്ക് വലിയൊരു സാന്ത്വനമാണ് CH സെൻ്റർ എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി CH സെൻ്ററിൻ്റെ സേവനം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള വസ്തുത ഇവിടുത്തെ മതേതര ജനാധിപത്യ മൂല്യബോധമുള്ള ഓരോ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പല രീതിയിലേക്കുള്ള സംഭാവനകൾ ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മൾ നടത്താറുള്ളത്. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ ഓട്ടോ തൊഴിലാളികൾ, STUവിൻ്റെ ഓട്ടോ തൊഴിലാളികൾ, അവർ 5 വർഷത്തോളമായി ഈ ഒരു കാരുണ്യയാത്ര നടത്തുകയാണ്. ഇന്നത്തെ മുഴുവൻ കളക്ഷനും അവർ നോമ്പ് നോറ്റുകൊണ്ട് ഇന്ന് നേടുന്ന എല്ലാ കളക്ഷനും മുഴുവൻ അവർ CH സെൻ്റർക്ക് കൊടുക്കുന്ന ഒരു പതിവ് കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട്. അത് വീണ്ടും തുടരുകയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒട്ടനവധി ആളുകളുടെ എല്ലാ നാണയങ്ങളും പെറുക്കിക്കൊണ്ടാണ് CH സെൻ്ററിൻ്റെ സേവനം നമ്മൾ നടത്തുന്നത്. CH സെൻ്ററിലെ രോഗികൾക്ക്, അവിടെ വരുന്ന ആളുകൾക്ക്, അശരണായ ഒരുപാട് ജനങ്ങൾക്ക്, നിങ്ങൾക്കറിയാം, ഇന്ന് വൈകുന്നേരങ്ങളിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആയിരക്കണക്കിന് ആളുകളാണ് നോമ്പ് തുറക്കുന്നതിനും അത്താഴം കഴിക്കുന്നതിനും വേണ്ടി CH സെൻ്ററിൻ്റെ മുമ്പിൽ വരികളായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കിഡ്നി പേഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ വേണ്ട മരുന്ന് വിതരണവും അവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയൊരു കാരുണ്യ ദിനമാണെന്ന്. ഇന്ന് റമദാനിൻ്റെ 17ാം രാവിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബദർ ദിനത്തിനോട് അനുബന്ധിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന STUവിൻ്റെ ഈ തൊഴിലാളികൾ, അവരുടെ ജീവിതം തന്നെ പാതി പട്ടിണിയിലാണ്. എന്താണ് കോഴിക്കോട് നഗരത്തിൽ ഇന്നത്തെ കാലത്ത് ഓടിക്കിട്ടുന്ന ഒരു മിച്ചപ്പെട്ട തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇതിൽ പലരും സ്വന്തമായി വാഹനമുള്ളവരല്ല. വാഹനം വാടകയ്ക്കെടുത്ത് അതിൻ്റെ മുതലാളിക്കൊരു വിഹിതം കൊടുക്കണം. അതിൻ്റെ പുറമെ പെട്രോളും ഡീസലും അടിക്കണം. അതിൻ്റെ പുറമെ ഗ്യാസ് ഫില്ല് ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ ഗ്യാസ് ഫില്ല് ചെയ്യണം. അങ്ങനെ സ്വന്തം ജീവിതം പോലും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ ഇവർ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കോടീശ്വരൻ്റെ പങ്കിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്വമുള്ളതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതുപോലത്തെ കാരുണ്യ യാത്രകൾ നാടിലുടനീളം ഉണ്ടാവട്ടെ. മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന STUയുടെ നേതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട റിയാസും ഇക്ബാൽക്കും അതുപോലെ തന്നെ ഹബീബ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളായ ഞങ്ങളെല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ ഇവർ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ തയ്യാറാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എളിയവനായ ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ വന്നു ചേർന്നിട്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് വലിയൊരു സന്തോഷം ഉളവാക്കുന്നൊരു സംഗതിയാണ്. ദൈവം നമ്മുടെ ഈ ഒരു സൽപ്രവർത്തനങ്ങൾ സർവശക്തനായ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. കോഴിക്കോട് ഈ CH സെൻ്റർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് രോഗികൾക്ക് മലബാറിലെ തന്നെ പാലക്കാട് മുതൽ ഇങ്ങ് കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളിലെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ്. അവിടെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വരുന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണമായിട്ടും മരുന്നായിട്ടും മറ്റു താമസ സൗകര്യങ്ങളായിട്ട് കോഴിക്കോട് CH സെൻ്റർ കഴിഞ്ഞ 23 വർഷമായി സേവനം ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ദിവസത്തെ വേതനം നൽകുക എന്നുള്ളത് നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ ഒരു ഓട്ടോറിക്ഷ ഓടിയാൽ അവരോടുള്ള ജീവിക്കാൻ ഒക്കെ തയ്യാറാത്ത ഈ സമയത്ത് ഇന്നത്തെ ദിവസത്തെ വേതനം മുഴുവനായിട്ട് CH സെൻ്റർ നൽകാൻ തയ്യാറായി എന്ന് തന്നെ ഈ തൊഴിലാളികളുടെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കേണ്ടത്. എത്ര ഒരു നല്ലൊരു ദിനത്തിൽ നല്ലൊരു സൽക്കർമ്മത്തിന് തയ്യാറായ കോഴിക്കോട് സിറ്റിയിലെ മുഴുവൻ STUവിൻ്റെ തൊഴിലാളി സുഹൃത്തുക്കൾക്കും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും നേരുകയാണ്. STU മോട്ടോർ ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് UA ഗഫൂർ, റിയാസ് അരിക്കാട്, ഇസ്മായിൽ CV, മുജീബ് കക്കോടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ദായ് ബ്രോഡ്കാസ്റ്റിംഗ്.